പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാമുൻ അലൈക്കും. ഇന്നിപ്പോ വലിയൊരു ക്ലാസ് ഒന്നുമല്ല, ഒരു 5-6 മിനിറ്റ് നിങ്ങളുമായി ഒരു സഹോദരന്റെ ഒരു സംശയം ഒന്ന് പങ്കുവെക്കാം എന്നുള്ളത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതെന്താണ് സംശയം എന്ന് ചോദിച്ചാല്, ഒരു ഹദീസുമായി ബന്ധപ്പെട്ട സംശയം. അതാണ് പ്രശ്നം. എന്ന് പറഞ്ഞാൽ ഹദീസ് നമ്മൾ നിഷേധിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ, നമ്മൾ ഹദീസിനെ വൈജ്ഞാനിക തലത്തിൽ വായിക്കാൻ പറ്റുന്ന ഹദീസുകളൊക്കെ ഖുർആനുമായി മുസ്ഹഫുമായി ബന്ധപ്പെടുത്തി വായിക്കാറുണ്ട്. ഇപ്പോൾ നിഷേധിക്കാറില്ല. അല്ലാത്തത് നമ്മൾ മാറ്റിവെക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പൊ ഈ ഹദീസുമായി ബന്ധപ്പെട്ട ഒരു സംശയം എന്താന്ന് ചോദിച്ചാല്, ഞാൻ 1-2 പ്രാവശ്യമൊക്കെ ആ സംശയം അവഗണിച്ചു. വീണ്ടും വീണ്ടും ചോദിക്കാം. കാരണം മുസ്ഹഫ് ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ് സംശയം. അതായത് അശറത്തുൽ മുബശ്ശിരീൻ, 10 ആളുകൾക്ക് സ്വർഗം വാഗ്ദാനം ചെയ്തു നബി എന്ന് പറയുന്ന ആ ഹദീസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നാണ്. അത് ആ തലത്തിലേ നമ്മുടെ സഹോദരൻ എത്തിയിട്ടുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഇത്രയും നമ്മൾ ഒരുപാടായി പറയുന്നു, ഖുർആൻ പേരെടുത്ത് പറഞ്ഞ് വ്യക്തികളെ ഇന്ന സ്വർഗം നരകം എന്നൊന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ നിരന്തരമായി പറയുന്നത്. ഇന്ന ചില വ്യക്തികളുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെയോ ഏതാനും വ്യക്തികളുടെയോ പേരെടുത്ത് പറഞ്ഞ് ഖുർആൻ ഒരിക്കലും സ്വർഗ നരകങ്ങൾ പറഞ്ഞിട്ടില്ല. അത്രേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. അത് പറഞ്ഞാന്നപ്പോ അതിന്റെ സംശയം തീർന്നു. ഖുർആൻ പറയുന്നത് എത്രയേ ഉള്ളൂ, ഇന്നല്ലദീന ആമനു വഅമിലു സ്സാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല. ഇതാണ് പറയുന്നത്. ഈമാനും അമലുസ്സാലിഹാത്തുമുള്ള ആളുകൾക്ക് ജന്നാത്തുൽ ഫിർദൗസ് ഉണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോ എവിടെയെങ്കിലും മുസ്ഹഫ് പരിശോധിച്ചിട്ട് അല്ലെങ്കിൽ ഖുർആൻ പരിശോധിച്ചിട്ട് ഒരു വ്യക്തികളെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഏതാനും വ്യക്തികളെ പേരെടുത്ത് പറഞ്ഞ് സ്വർഗം പറഞ്ഞതായിട്ട് ഖുർആനിൽ പറയുന്നില്ല. എന്നാൽ ഗുണങ്ങൾ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അതാണ് ഇന്നല്ലദീന ആമനു വഅമിലു സ്സാലിഹാത്തി എന്ന് പറഞ്ഞാൽ അവരുടെ ഗുണങ്ങൾ പറഞ്ഞിട്ടാണ് അവർക്ക് ജന്നാത്ത് പറയുന്നത്. ഇതാണ് ആ കാര്യത്തെക്കുറിച്ച് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്. എന്നാ ഒരു 10 ആളുകൾക്ക് മഹത്തായ പ്രതിഫലം, അത് സ്വർഗമായിരിക്കാം. അതാണല്ലോ, അതിനേക്കാളും വലിയ പ്രതിഫലമല്ലല്ലോ. ജന്നാത്ത് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അഅദ്ദല്ലാഹു അജ്റൻ അലീമ എന്ന് പറഞ്ഞിട്ടുണ്ട്. അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറത്തൻ അജ്റുൻ അലീമ എന്ന് പറഞ്ഞിട്ടുണ്ട്. മഗ്ഫിറത്തും അജ്റും അലീമും അവർക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മുസ്ഹഫിൽ ഒരു 10 ഗുണങ്ങൾ പറയുന്ന ആളുകളെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് 10 ആളുകളെ പറഞ്ഞതായിട്ട് നമുക്ക് പറയാം. അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഒരു ഗുണം, വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് രണ്ടാമത്തെ ഗുണം, വൽ ഖാനിത്തീന വൽ ഖാനിത്താത്ത് മൂന്നാമത്തെ ഗുണം, വസ്സാദിഖീന വസ്സാദിഖാത്ത് നാലാമത്തെ ഗുണം, അതുപോലെ തന്നെ വസ്സാബിരീന വസ്സാബിറാത്ത് അഞ്ചാമത്തെ ഗുണം, വൽ ഖാശിഈന വൽ ഖാശിയാത്ത് ആറാമത്തെ ഗുണം, വൽ മുത്തസദ്ദിഖീന വൽ മുത്തസദ്ദിഖാത്ത് ഏഴാമത്തെ ഗുണം, വസ്സായിമീന വസ്സായിമാത്ത് എട്ടാമത്തെ ഗുണം, വൽ ഹാഫിളീന ഫുറൂജഹും വൽ ഹാഫിളാത്ത് 9, വദ്ദാക്കിരീന അല്ലാഹ കസീറൻ വദ്ദാക്കിറാത്ത്. ഇത് 10 ഗുണങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറത്തൻ വഅജ്റൻ അലീമ എന്ന്. ഇങ്ങനെ വേണമെങ്കിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാനല്ലാതെ ഇതും ഗുണങ്ങൾ പറഞ്ഞിട്ടാണ്, 10 ഗുണങ്ങൾ എടുത്ത് പറഞ്ഞിട്ടാണ് ഇവിടെ പറയുന്നത്. ആ ഗുണങ്ങൾ ഓരോന്നും വിശദീകരിക്കുകയാണെങ്കിൽ മണിക്കൂറുകൾ എത്ര വേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. അതാണ് ഞാൻ അതൊന്നും വിശദീകരിക്കാനൊന്നും നിൽക്കുന്നില്ല എന്ന് പറഞ്ഞത്.
അതില് മുത്തസദ്ദിഖീന് സാദിഖ് വ്യത്യാസങ്ങളൊക്കെ, മുസ്ലിമ് മുസ്ലിമാത്ത്, മോമിനത്ത് മോമിനാത്ത്, കാനിത്തത്ത് കാനിത്താത്ത്, സാദിഖീന സാദിഖാത്ത്, സ്വാബിരീന സ്വാബിറാത്ത്, ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. 10 ഗുണങ്ങള്, വിശേഷണങ്ങൾ പറഞ്ഞിട്ടാണ് അവർക്ക് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറത്തുൻ ഒരുക്കി ഇപ്പൊ വെച്ചിട്ടുണ്ട് എന്നാ പറയുന്നത്. അവർക്ക് ഇനി ഭാവിയിൽ ഒരുക്കി വെക്കുന്നല്ല. അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറത്തുൻ വ അജ്റുൻ അലീമ എന്ന് പറയുന്നത്. അവിടെയും ജന്നാത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ മഹത്തായ പ്രതിഫലവും മഗ്ഫിറത്തും ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ നിന്ന് തന്നെ അത് ജന്നാത്തായിട്ട് നമുക്ക് പരിഗണിക്കാം എന്ന് മാത്രമേ നമുക്ക് അവിടെ പറയാൻ കഴിയുള്ളൂ. അപ്പോ ഇതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഞാൻ പറഞ്ഞില്ല, ആ ഗുണങ്ങളിലേക്ക് പോകുന്നില്ല. ഗുണങ്ങളിലേക്ക് ഓരോന്നും വിശദീകരിക്കാം. മുസ്ലിമീന മുസ്ലിമാത്ത് എന്ന് പറഞ്ഞ ആണും പെണ്ണുമാണോ, അതല്ല ആണിനും പെണ്ണിനുമുള്ള ഗുണങ്ങൾ തന്നെയാണോ അത് എന്നുള്ളത് വേറെ വിശദീകരിക്കാനുണ്ട്. ഇപ്പൊ നമ്മൾ മുസ്ലിമീന എന്ന് പറഞ്ഞ മുസ്ലിങ്ങളായ ആണുങ്ങൾ, മുസ്ലിമാത്ത് എന്ന് പറഞ്ഞ മുസ്ലിം വനിതകൾ എന്നാണ് പറയാറുള്ളത്. അങ്ങനെയൊന്നും അല്ല അതിൻ്റെ തലം എന്നുള്ളത് നമുക്ക് പിന്നീട് ഓരോ വാക്കുകൾ എടുത്ത് പിന്നീട് വിശദീകരിക്കും. ഇന്നിപ്പോൾ അതിൻ്റെ വിശദീകരണങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ മുസ്ഹഫിൽ അതിനെന്തെങ്കിലും ഒരു സൂചന ഉണ്ടോ എന്ന് ചോദിച്ചാൽ വ്യക്തികളിലെ പേരെടുത്ത് പറഞ്ഞ ഒരു സൂചനയായി എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ ഗുണങ്ങളിലൂടെ പറഞ്ഞ 10 ഗുണങ്ങൾ പറഞ്ഞ ഒരു വചനം ഇതും ആണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സലാം.